ഇംഗ്ലീഷ് ടുഡേയുടെ 24ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ക്യാന് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ക്യാൻ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ കഴിയും, സാധിക്കും, പറ്റും, അതുപോലെ തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള രൂപങ്ങളൊക്കെ വ്യക്തമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ക്ലാസ്സും കൂടിയും കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സുകൾ കാണുക. എന്നാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. നമ്മൾ പൊതുവെ മലയാളത്തിൽ പറയും നിനക്കത് ചെയ്യാൻ കഴിയോ, നിനക്കെന്നെ വിളിക്കാൻ കഴിയോ, നിനക്കിവിടെ ഇരിക്കാൻ കഴിയോ, സാധിക്കോ, പറ്റോ, അങ്ങനെ ഒരുപാട് രീതികളിലുള്ള അർത്ഥങ്ങൾ എന്ന് പറയുന്നത് ക്യാനിന് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ എന്ന് പറയുന്നത് ആ രീതികളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരുപാട് രീതികൾ എന്ന് പറയുന്നത് ക്യാൻ ഉപയോഗിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് നല്ലതുപോലെ സംസാരത്തിൽ എന്ന് പറയുന്നത് നിത്യം എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം എന്ന് പറയുന്നത് ക്യാനിന് ഒരുപാട് നിയമങ്ങളും ബുദ്ധിമുട്ടാക്കുന്ന രീതികളൊന്നുമില്ല. V2 V3 വെക്കുക, അതുപോലെ തന്നെ ഒരാൾ വരികയാണെങ്കിൽ ഇങ്ങനെ വരിക, അങ്ങനെ ഒന്നും വരുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തികളെ ആണെങ്കിലും എന്ന് പറയുന്നത് നമുക്ക് ക്യാനിനോട് ചേർക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഇതിന്റെ എന്ന് പറയുന്നത് ആകെ ഒരു നിയമം V1 മാത്രമാണ് വരിക, അല്ലാതെ V2 V3 ഒന്നും വരൂല. ഇതാണ് അതിന്റെ നിയമം വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. നമുക്കതിന്റെ ഉദാഹരണ സഹിതം പഠിക്കാം. നിനക്ക് എടുക്കാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കും. എടുക്കുക എന്നുള്ളത് ടേക്ക് എന്നുള്ളതാണ്, നമ്മൾ പഠിച്ചതാണ്. നിനക്ക് എടുക്കാൻ കഴിയോ, ക്യാൻ യു ടേക്ക്, നിനക്ക് എടുക്കാൻ കഴിയോ. നിനക്ക് വിളിക്കാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കും. ക്യാൻ യു കോൾ, നിനക്ക് വിളിക്കാൻ കഴിയോ. അവൾക്ക് സംസാരിക്കാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കും. ക്യാൻ ഷീ സ്പീക്ക്, അവൾക്ക് സംസാരിക്കാൻ കഴിയോ. നിനക്ക് സഹായിക്കാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കും. ക്യാൻ യു ഹെൽപ്പ്, നിനക്ക് സഹായിക്കാൻ കഴിയോ. അവർക്ക് വരാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കും. ക്യാൻ ദേ കം, അവർക്ക് വരാൻ കഴിയോ. അവൾക്ക് പോകാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കാം. ക്യാൻ ഷീ ഗോ, അവൾക്ക് പോകാൻ കഴിയോ. അവന് ഉറങ്ങാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കും. ക്യാൻ ഹി സ്ലീപ്പ്, സ്ലീപ്പ് എന്നുള്ളതാണ് ഉറങ്ങുക. ക്യാൻ ഹി സ്ലീപ്പ്, അവന് ഉറങ്ങാൻ കഴിയോ. ഈ ക്യാനിന്റെ കൂടെ നമുക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വെച്ചിട്ട് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എന്ത്, എവിടെ, എപ്പോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നിനക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. നിനക്ക് എന്ത് പഠിക്കാൻ കഴിയും. എന്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. വാട്ട് എന്നുള്ളതാണ്. നിനക്ക് എന്ത് പഠിക്കാൻ കഴിയും. വാട്ട് ക്യാൻ യു സ്റ്റഡി, നിനക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്തിന്റെയും കൂടെ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ചേർക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റിലാണ് ചേർക്കുക. ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പറഞ്ഞ നിനക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്നുള്ളത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ആദ്യം എന്ന് പറയുന്നത് വാട്ട് എന്ന് ചേർക്കുക. രണ്ടാമത് എന്ന് പറയുന്നത് ക്യാൻ ആണ് ചേർക്കേണ്ടത്. മൂന്നാമതായിട്ട് ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അത് ചേർത്ത് കൊടുക്കുക. നാലാമത് എന്താണോ പ്രവർത്തിക്കുന്നത് എന്താണോ അത് എന്ന് പറയുന്നത് ചേർക്കുക. അത് എപ്പോഴും എന്ന് പറയുന്നത് V1 ആയിരിക്കണം. ഇതാണ് അതിന്റെ സ്ട്രക്ചർ വരിക. അപ്പോൾ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചർ മാറിപ്പോയാൽ മൊത്തത്തിലെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് തെറ്റിപ്പോകും. നമുക്കതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നങ്ങനെ ചോദിക്കും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. വാട്ട് എന്നുള്ളതാണ് എന്ത് എന്ന് പറയുന്നത്. വാട്ട് ക്യാൻ ഐ ഡു, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് അവർക്ക് എവിടെ പോകാൻ കഴിയും. അവർക്ക് എവിടെ പോകാൻ, എവിടെ എന്നുള്ളത് വേർ എന്നുള്ളതാണ്. വേർ ക്യാൻ ദേ ഗോ, അവർക്ക് എന്നുള്ളത് ദേ എന്നുള്ള വേർ ക്യാൻ ദേ ഗോ, അവർക്ക് എവിടെ പോകാൻ കഴിയും. അവർക്ക് എപ്പോൾ എത്താൻ കഴിയും എന്നങ്ങനെ ചോദിക്കും. അവർക്ക് എപ്പോൾ എത്താൻ, എപ്പോൾ എന്നുള്ളത് വെൻ എന്നുള്ളതാണ് പറയുക. എത്തുക എന്നുള്ളത് റീച്ച് എന്നാണ്. അവർക്ക് എപ്പോൾ എത്താൻ കഴിയും. വെൻ ക്യാൻ ദേ റീച്ച്, അവർക്ക് എപ്പോൾ എത്താൻ കഴിയും. ആർക്ക് എടുക്കാൻ കഴിയും എന്നങ്ങനെ ചോദിക്കും. ആർക്ക് എന്നുള്ളത് ആര് എന്നുള്ളത് ഹൂ എന്നുള്ളതാണ് പറയുക. ആർക്ക് എടുക്കാൻ കഴിയും. അപ്പൊ എന്ന് പറയുന്നത് ഒരു വ്യക്തികൾ നമ്മൾ വരൂല. ആർക്കെടുക്കാൻ കഴിയും എന്ന് പറയുന്നത് അവിടെ വ്യക്തികൾ ഉണ്ടാവില്ല. ഹൂ എന്നുള്ളത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയാൻ പറ്റും. ഹൂ ക്യാൻ ടേക്ക്, ആർക്ക് എടുക്കാൻ കഴിയും. ആർക്ക് വിളിക്കാൻ കഴിയും എന്നെങ്ങനെ ചോദിക്കും. ഹൂ ക്യാൻ കോൾ, ആർക്ക് വിളിക്കാൻ കഴിയും. ആർക്ക് ചെയ്യാൻ കഴിയും എന്നെങ്ങനെ ചോദിക്കും. ഹൂ ക്യാൻ ഡു, ആർക്ക് ചെയ്യാൻ കഴിയും. നമുക്കടുത്തത് ഈ ക്യാന് വെച്ചും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ്സുകളൊക്കെ വെച്ചിട്ട് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ എന്ന് പറയുന്നത് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ന് പറയുന്നത് അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കാം. ക്യാൻ യു കം വിത്ത് മീ എന്ന് പറയാം.
വിത്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നുള്ളത്. ക്യാൻ യു കം വിത്ത് മീ, നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത നോക്കാം. അവൾക്കത് ചെയ്യാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കും. അവൾക്കത് ചെയ്യാൻ കഴിയോ. ക്യാൻ ഷീ ഡു ഇറ്റ്. ഡു എന്നുള്ളതാണ് ചെയ്യുക, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. ക്യാൻ ഷീ ഡു ഇറ്റ്, അവൾക്ക് അത് ചെയ്യാൻ കഴിയോ. അവർക്കത് എടുക്കാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കും. എടുക്കുക എന്നുള്ളത് ടേക്ക് എന്നുള്ളതാണ്, നമ്മൾ പഠിച്ചതാണ്. ക്യാൻ ദേ ടേക്ക് ഇറ്റ്, അവർക്കത് എടുക്കാൻ കഴിയും. നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോ എന്നങ്ങനെ ചോദിക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ, നിനക്കെന്നെ സഹായിക്കാൻ കഴിയും. എനിക്കവളെ കല്യാണം കഴിക്കാൻ കഴിയുമോ എന്നങ്ങനെ ചോദിക്കും. കഴിയോ, സാധിക്കോ, പറ്റുമോ, ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. എനിക്കവളെ കല്യാണം കഴിക്കാൻ കഴിയുമോ. ക്യാൻ ഐ മേരി ഹർ, എനിക്കവളെ കല്യാണം കഴിക്കാൻ കഴിയുമോ. മാരേജ് എന്ന് പറയുമല്ലോ, മേരി എന്നുള്ളതാണ്, അതാണ് വെർബ് പ്രവൃത്തിയായിട്ട് വരിക എന്ന് പറയുന്നത് മേരി എന്നുള്ളതാണ് പറയുക കേട്ടോ. പല ആൾക്കാർക്കും അതൊരു മിസ്റ്റേക്ക് വരുന്നതാണ്, മാരേജ് ഹർ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്ന് പറയുന്നത് ക്യാൻ ഐ മേരി ഹർ, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ കഴിയും. അവൻ എൻ്റെ വികാരം മനസ്സിലാക്കുമോ എന്നങ്ങനെ ചോദിക്കും. മനസ്സിലാക്കുക എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ കഴിയുമോ, സാധിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഫീലിംഗ് എന്നുള്ളതാണ് വികാരം എന്ന് പറയുന്നത്. ഇപ്പം പൊതുവെ പറയുന്നതാണ് ക്യാൻ ഹി അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിംഗ്, അവന് എൻ്റെ വികാരം മനസ്സിലാക്കാൻ കഴിയുമോ. അത് എനിക്ക് വേണ്ടി വാങ്ങാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കും. വാങ്ങാൻ കഴിയോ, സാധിക്കോ, പറ്റുമോ എന്നുള്ള രീതിയൊക്കെയാണ്. അപ്പം ക്യാൻ യു ബൈ ഇറ്റ് ഫോർ മീ. ബൈ എന്നുള്ളതാണ് വാങ്ങുക എന്നുള്ളത്. ഫോർ മീ, എനിക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി, നമ്മൾ പഠിച്ചതാണ് കണക്റ്റിംഗ് വാക്ക്. ഫോർ മീ, എനിക്ക് വേണ്ടി അത് വാങ്ങാൻ കഴിയോ. അവൾക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കും. ഒരുപാട് എന്നുള്ള മിനി എന്ന് പറയാം. ക്യാൻ ഷീ സ്പീക്ക് മെനി ലാംഗ്വേജസ്, അവൾക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ കഴിയും. നിനക്ക് ഒരു പാട്ട് പാടാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കും. ക്യാൻ യു സിങ് എ സോങ്. എ സോങ് എന്നുള്ള ഒരു പാട്ട് എന്നാണ് പറയുന്നത്. ക്യാൻ യു സിങ് എ സോങ്, നിനക്കൊരു പാട്ട് പാടാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. നിനക്ക് അവരെ ഉപദേശിക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കും. നിനക്ക് അവരെ ഉപദേശിക്കാൻ കഴിയുമോ. ക്യാൻ യു അഡ്വൈസ് ദം. അഡ്വൈസ് എന്നുള്ളതാണ് ഉപദേശിക്കുക എന്ന് പറയുന്നത്. ക്യാൻ യു അഡ്വൈസ് ദം, നിനക്കവരെ ഉപദേശിക്കാൻ കഴിയുമോ. ഇനി നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ചേർത്ത് കൊണ്ടിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ പറഞ്ഞതുപോലെ എന്ത്, എവിടെ, എപ്പോൾ, ആര്, അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. അത് ചേർത്തിട്ടുള്ള ഉദാഹരണം നോക്കാം. അത് നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ ക്യാനിൻ്റെയൊക്കെ ഫസ്റ്റാണ് വരിക. ആദ്യം എന്ന് പറയുന്നതാണ് ഈ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ചേർക്കുക. എന്നിട്ടാണ് നമ്മൾ ഒരു കാര്യം ചോദിക്കാൻ പറ്റുക ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്ന് പറയുന്നത് നിനക്ക് അവിടെ പോകാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ക്യാൻ യു ഗോ ദെയർ, നിനക്ക് അവിടെ പോകാൻ കഴിയുമോ എന്ന് ചോദിക്കാം. അപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ അവിടെ പോകാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കും. എനിക്ക് എങ്ങനെ അവിടെ പോകാൻ കഴിയും എന്നെങ്ങനെ പറയും. ഹൗ ക്യാൻ യു ഗോ ദെയർ, നിനക്ക് എങ്ങനെ അവിടെ പോകാൻ കഴിയും. അടുത്ത ഉദാഹരണം നോക്കാം. ആർക്ക് അത് ചെയ്യാൻ കഴിയും എന്നങ്ങനെ ചോദിക്കും. ആരെന്നുള്ളതല്ല, ഹൂ എന്നുള്ളതാണ് പറയുക. ഹൂ ക്യാൻ ഡു ഇറ്റ്, അത് ആർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. നമുക്ക് എവിടെ ഇരിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് എവിടെ ഇരിക്കാം എന്നൊക്കെ എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക. എവിടെ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, വേർ എന്നുള്ളതാണ്. വേർ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുക. വേർ ക്യാൻ ബി, നമ്മൾക്ക് വേർ ക്യാൻ ബി സിറ്റ്, നമുക്ക് എവിടെ ഇരിക്കാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് അവളെ എങ്ങനെ മറക്കാൻ കഴിയും. പൊതുവെ പറയുന്ന അവളെ എങ്ങനെ മറക്കാൻ കഴിയും എന്ന് പറയുന്നത് എങ്ങനെയാണ്. എങ്ങനെ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, ഹൗ എന്നുള്ളതാണ്. എനിക്ക് അവളെ എങ്ങനെ മറക്കാൻ കഴിയും. ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് ഹെർ, എനിക്ക് അവളെ എങ്ങനെ മറക്കാൻ കഴിയും. എനിക്ക് നിനക്ക് വേണ്ടി എന്താ ചെയ്യാൻ കഴിയുക എന്നങ്ങനെ ചോദിക്കും. എന്ത് എന്നുള്ളത് വാട്ട് എന്നാണ് പറയുക, നമ്മൾ പഠിച്ചതാണ്. വാട്ട് ക്യാൻ ഐ ഡു, എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറയുന്ന നിനക്ക് വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് ഫോർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ് കണക്റ്റിങ്ങിൻ്റെ വാക്കുകൾ, കണക്റ്റിംഗ് വേർഡ്സിൻ്റെ ക്ലാസ്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമുക്കൊരു വാക്കുകൾ എന്ന് പറയുന്നത് കൂടുതൽ വലുതാക്കണമെങ്കിൽ അത് എന്ന് പറയുന്നത് കണക്റ്റിംഗ് വാക്കുകൾ നിർബന്ധമാണ്. അത് പഠിക്കാത്തവർ നിർബന്ധമായിട്ടും ആ കാര്യങ്ങളും കൂടി ഒന്ന് പഠിക്കുക. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്കതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നങ്ങനെ ചോദിക്കും. ഹൗ ക്യാൻ ഐ യൂസ് ഇറ്റ്. ഹൗ എന്നുള്ളതാണ് എങ്ങനെ. ഹൗ ക്യാൻ ഐ യൂസ് ഇറ്റ്, എനിക്ക് അതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. എനിക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും എന്നങ്ങനെ ചോദിക്കും. ഹൗ ക്യാൻ ഐ സ്റ്റഡി ഇംഗ്ലീഷ്, എനിക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. നിനക്ക് എത്ര പൊറോട്ടകൾ തിന്നാൻ കഴിയും എന്നങ്ങനെ ചോദിക്കും. എത്ര എന്നുള്ളത് പഠിച്ചതാണ് ഹൗ മെനി എന്നുള്ളത്. ഹൗ മെനി പൊറോട്ടാസ് ക്യാൻ യു ഈറ്റ്,
എനിക്ക് എത്ര പൊറോട്ടകൾ തിന്നാൻ കഴിയും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് ഹൗ മെനി വന്നതിന് ശേഷം ക്യാനല്ലാലോ വന്നത്, പിന്നെ ഒരു പൊറോട്ട എന്നുള്ളത് ഇതാണ് എന്തായാലും ഒരു വസ്തുവാണ് വന്നത് എന്നുള്ളതൊക്കെ തോന്നാം. ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടാൽ ഇതിൻ്റെ ഓർഡർ ക്രമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് വരിക, ഓരോ വാക്കുകൾ എന്ന് പറയുന്നത് എവിടെയാണ് ചേർക്കുക, അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ അതിൻ്റെ ഓർഡറിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ സംശയങ്ങളും എന്ന് പറയുന്നത് മാറുന്നതായിരിക്കും. നിനക്ക് എത്ര ഭാഷകൾ സംസാരിക്കാൻ കഴിയും എന്നങ്ങനെ ചോദിക്കും. ഹൗ മെനി ലാംഗ്വേജസ് ക്യാൻ യു സ്പീക്ക്? നിനക്ക് എത്ര ഭാഷകൾ സംസാരിക്കാൻ പറ്റും? അടുത്തൊരു ഉദാഹരണം നോക്കാം. നിനക്ക് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും? പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യാന്നറിയും. നിനക്ക് എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും? ഹൗ ക്യാൻ യു സോൾവ് ദാറ്റ് പ്രോബ്ലം? എനിക്ക് ആ പ്രശ്നം, ദാറ്റ് എന്നുള്ളത് ആ എന്നുള്ളതാണ് പറയുന്നത്. ഹൗ ക്യാൻ യു സോൾവ് ദാറ്റ് പ്രോബ്ലം? എനിക്ക് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും? നമ്മളിപ്പോൾ നോക്കിയത് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. പോസിറ്റീവ് എന്ന് പറയുന്നത് ചെയ്യാൻ കഴിയോ, സാധിക്കോ, പറ്റുമോ, അല്ലെങ്കിൽ ചെയ്യാമോ എന്നുള്ള രീതിയാണ് നോക്കിയത്. നമുക്ക് അടുത്തെന്ന് പറയുന്നത് ഏതൊരു സാഹചര്യത്തിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. 2 ടൈപ്പിലുള്ള ചോദ്യങ്ങൾ വരും. എനിക്ക് ചെയ്യാൻ കഴിയോ എന്നും ചോദിക്കാം, നിനക്ക് ചെയ്യാൻ കഴിയില്ലേ എന്നും ചോദിക്കാം. ലേ എന്ന് പറയുന്ന ഒരു രീതി. അപ്പോൾ ഒന്നാമത് അതെങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഈ ക്യാനിന്റെ കൂടെ ഒരു നോട്ടും കൂടിയും ചേർത്ത് കൊടുക്കുക. കനോട്ട് യു സ്റ്റഡി? നിനക്ക് പഠിക്കാൻ കഴിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതിന് ഷോർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കാണ്ട് യു സ്റ്റഡി. നമ്മൾ പഠിച്ചതാണ് ക്യാൻ എന്നുള്ളതിനെ ഷോർട്ടാക്കാൻ കാണ്ട് എന്ന് പറയും. കാണ്ട് യു സ്റ്റഡി? നിനക്ക് പഠിക്കാൻ കഴിയില്ലേ? നമുക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. കൂടാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ചെയ്യാൻ കഴിയും, സാധിക്കും, പറ്റും എന്നുള്ള രീതി നോക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്തിട്ട് എങ്ങനെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, അതുപോലെ തന്നെ എങ്ങനെ കൃത്യമായിട്ടുള്ള ഈ രീതിയിലുള്ള മറുപടികൾ പറയാമെന്നുള്ളത് നമുക്ക് അടുത്തത് നോക്കാം. നിനക്ക് അത് എടുക്കാൻ കഴിയില്ലേ എന്നെങ്ങനെ ചോദിക്കും? കഴിയില്ലേ, സാധിക്കില്ലേ, പറ്റൂലേ എന്നൊക്കെ ചോദിക്കാം. നിനക്ക് അത് എടുക്കാൻ കഴിയില്ലേ? കാണ്ട് യു ടേക്ക് ഇറ്റ്? നിനക്കത് എടുക്കാൻ കഴിയില്ലേ? അവർക്ക് ഇവിടെ വരാൻ കഴിയില്ലേ എന്നെങ്ങനെ ചോദിക്കും? അവർ എന്നുള്ളത് ദേ എന്നുള്ളതാണ്. അവർക്ക് ഇവിടെ വരാൻ കഴിയില്ലേ? കാൺ ദേ കം ഹിയർ? ഹിയർ എന്നുള്ളതാണ് ഇവിടെ. അവർക്ക് ഇവിടെ വരാൻ കഴിയില്ല. അവൾക്ക് ഒന്നും സംസാരിക്കാൻ കഴിയില്ലേ എന്നെങ്ങനെ ചോദിക്കും? ഒരു കാര്യവും സംസാരിക്കാൻ കഴിയില്ലേ എന്നെങ്ങനെയാണ് ചോദിക്കുക? കാൺ ഷീ സ്പീക്ക് എനിത്തിങ്? അവൾക്ക് എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നും എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. കാൺ ഷീ സ്പീക്ക് എനിത്തിങ്? അവൾക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവർക്ക് അവനെ തടയാൻ ആവില്ലേ എന്നെങ്ങനെ, തടയാൻ സാധിക്കില്ലേ, കഴിയില്ലേ എന്നെങ്ങനെ ചോദിക്കാം? കാൺ ദേ പ്രിവെന്റ് ഹിം? അവർക്ക് അവനെ തടയാൻ കഴിയില്ല. പ്രിവെന്റ് എന്നുള്ളതാണ് തടയുക എന്ന് പറയുന്നത്. അവർക്ക് അവനെ തടയാൻ കഴിയില്ല. അടുത്ത നോക്കാം. നിനക്ക് അവളെ മറക്കാൻ കഴിയില്ലേ എന്നെങ്ങനെ ചോദിക്കും? മറക്കുക എന്നുള്ളത് ഫോർഗെറ്റ് എന്നുള്ളതാണ് മറക്കുക എന്ന് പറയുക. കാണ്ട് യു ഫോർഗെറ്റ് ഹർ? നിനക്ക് അവളെ മറക്കാൻ കഴിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവൾക്ക് അവനെ കല്യാണം കഴിക്കാൻ കഴിയില്ലേ എന്നെങ്ങനെ ചോദിക്കും? കാൺ ഷീ മാരി ഹിം? മാരി എന്നുള്ളതാണ് കല്യാണം. മാരി ഹിം? അവനെ കല്യാണം. കാൺ ഷീ മാരി ഹിം? അവൾക്ക് അവനെ കല്യാണം കഴിക്കാൻ കഴിയില്ലേ? ഇതുപോലെ ഇല്ലേ ഇല്ലേ എന്ന് പറയുന്ന ചോദ്യം എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ചോദ്യ രൂപത്തിന് നമുക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേങ്കിൽ പൊതുവേ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത് വൈ ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പൊതുവേ കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ചോദ്യം നോക്കാം. നിനക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്നെങ്ങനെ പറയും? നിനക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വൈ കാണ്ട് യു ഡു ഇറ്റ്? നിനക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല? നിനക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്നെങ്ങനെ പറയും? വൈ കാണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ്? നിനക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല? ഓക്കെ. അവർക്ക് എന്തുകൊണ്ട് ഇവിടെ വരാൻ കഴിയില്ല എന്നെങ്ങനെ നമ്മൾ പൊതുവേ പറയുന്നത്. അവർക്ക് എന്തുകൊണ്ട് ഇവിടെ വരാൻ കഴിയില്ല എന്നെങ്ങനെ പറയും? വൈ കാൺ ദേ കം ഹിയർ? അവർക്ക് എന്തുകൊണ്ട് ഇവിടെ വരാൻ കഴിയില്ല? അടുത്ത നോക്കാം. അവൾക്ക് എന്തുകൊണ്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നെങ്ങനെ പറയും? അവൾക്ക് എന്തുകൊണ്ട് അവൻ്റെ കൂടെ ജീവിക്കുക? കൂടെ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, വിത്ത് എന്നുള്ളത്. വൈ കാൺ ഷീ ലിവ് വിത്ത് ഹിം? ലിവ് എന്ന് പറയുന്നത് ജീവിക്കുക, ജീവിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ലിവ് വിത്ത് ഹിം. അവൾക്ക് എന്തുകൊണ്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ
കഴിയില്ല എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ക്ലാസ്സുകൾ കണ്ട് അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല, പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും എല്ലാ സമയത്തും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായിട്ടൊരു കാര്യം പറയുക, അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് അതില്ല എന്ന് പറയാം. എനിക്ക് പഠിക്കാൻ കഴിയും, പിന്നെ അതുപോലെ തന്നെ എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കാത്തവർ നിർബന്ധമായിട്ടും അത് പഠിക്കുക. പിന്നെ ഈ ക്ലാസ്സിൽ എന്ന് പറയുന്നത് നമ്മൾ 2 ടൈപ്പ് ചോദ്യ രീതികളാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞതാണ് ഏതൊരു രീതിയിൽ എന്ന് പറയുന്നത് 2 ടൈപ്പ് രീതിയിലായിട്ട് ചോദ്യങ്ങൾ വരും. ഒരു പോസിറ്റീവായിട്ടുള്ള ചോദ്യം, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചോദ്യ രീതികളാണ് വരുന്നത്. അപ്പം ഈ ഒരു രീതി വെച്ചിട്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം. അപ്പം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 4 രീതികൾ ഒരു സിറ്റുവേഷനിൽ എന്ന് പറയുന്നത് അത് 4 രീതികളാണ് വരുന്നത്. ഒരു കാര്യം പറയുന്നത്, പിന്നെ എന്ന് പറയുന്നത് ഒരു കാര്യം പോസിറ്റീവായിട്ട് കാര്യം പറയുക, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുക, പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള രീതികളാണ് വരുന്നത്. അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം നോക്കാം. ഈ ഒരു രീതിയിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും എന്ന് പറയുന്നത് ഈ 4 രീതികൾ മാത്രമേ ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ മറുപടി പറയാനും കൃത്യമായിട്ട് പറ്റുന്നതായിരിക്കും. നിനക്ക് പഠിക്കാൻ കഴിയോ എന്നങ്ങനെ ചോദ്യമാണ്. ക്യാൻ യു സ്റ്റഡി, നിനക്ക് പഠിക്കാൻ കഴിയോ? ക്യാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് വരുന്നത്. ക്യാൻ യു സ്റ്റഡി, നിനക്ക് പഠിക്കാൻ കഴിയോ? അപ്പം രണ്ടാമത്തെ രീതിയിലായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത് എനിക്ക് പഠിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നത്. കാണ്ട് യു സ്റ്റഡി, നിനക്ക് പഠിക്കാൻ കഴിയില്ലേ? അപ്പൊ മറുപടി പറയാണ് അതെ എനിക്ക് പഠിക്കാൻ കഴിയും എന്ന് പറയുന്നത്. ഓക്കെ, ഐ ക്യാൻ സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിയും. അതല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു മറുപടി പറയാണ് ഐ കാൺ സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറയാണ്. ഇതേ രീതിയിലുള്ള ഒരു ഉദാഹരണം കൂടി നോക്കാം. നിനക്ക് അവളെ സഹായിക്കാൻ കഴിയോ എന്നങ്ങനെ ചോദിക്കും. ക്യാൻ യു ഹെൽപ്പ് ഹെർ, നിനക്ക് അവളെ സഹായിക്കാൻ കഴിയോ? അപ്പോൾ അടുത്ത രീതിയിലായിട്ട് ചോദിക്കുകയാണ് സഹായിക്കാൻ കഴിയില്ല, നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല. കാണ്ട് യു ഹെൽപ്പ് ഹെർ, നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല. മറുപടി പറയാണ് എനിക്ക് അവളെ സഹായിക്കാൻ കഴിയും എന്ന് പറയുന്നത്. ഐ ക്യാൻ ഹെൽപ്പ് ഹെർ, എനിക്ക് അവളെ സഹായിക്കാൻ കഴിയും. അപ്പൊ രണ്ടാമത്തെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മറുപടി പറയാണ് ഐ കാണ്ട് ഹെൽപ്പ് ഹെർ, എനിക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഒരു ചോദ്യമാകുമ്പോൾ ആദ്യം എന്ന് പറയുന്നത് എപ്പോഴും എന്ന് പറയുന്ന വ്യക്തികളെ വരൂല, ആ സിറ്റുവേഷൻ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ ക്യാൻ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത്. ഏതൊരു സാഹചര്യത്തിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വാസ് പഠിച്ചിട്ടുണ്ട്, ഈസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ആദ്യം വരിക. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വ്യക്തികളെയല്ല, ഇതുപോലെ ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ക്യാൻ ആണ് വന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യത്തിൽ എന്ന് പറയുന്ന കാണ്ടാണ് ആദ്യം വന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഉത്തരം പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണെങ്കിലും ഉത്തരങ്ങൾ പറയുമ്പോൾ എപ്പോഴും എന്ന് പറയുന്നത് വ്യക്തികളെയാണ് ആദ്യം ചേർക്കുക. ആദ്യം ഒരു വ്യക്തികളെ പറയും, എന്നിട്ട് മാത്രമാണ് കാര്യങ്ങൾ പറയും. ഇവിടെ എന്ന് പറയുന്നത് നോക്കിയാൽ മതി, ഐ ക്യാൻ എന്നുള്ളതാണ് പറയുക, അല്ലെങ്കിൽ ഷീ ക്യാൻ, ഹീ ക്യാൻ, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ കാണ്ട് എന്ന് പറയും, ഷീ കാണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഏതൊരു സിറ്റുവേഷനിലോ എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും ഈസി ആയിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ എന്റെ വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങളെ ക്ലാസ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.